ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ബാക്കിലെയും ഫ്രണ്ടിലെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഓരോ ചെറിയ വീഡിയോസായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിലുള്ളത്. എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ടിലെ കാര്യമാണ് പറയുന്നതെങ്കിൽ നമ്മുടെ ബാക്ക് പാർട്ട് കൂടി ഒന്ന് കട്ട് ചെയ്തിട്ടാണ് നമ്മളിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, എങ്കിൽ നിങ്ങളുടെ ആ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാനായിട്ടാണ് ഈ ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ ബാക്ക് പാർട്ട് കുറേ ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ലെങ്കിലും ജസ്റ്റ് മെഷർമെൻറ്റൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ഇവിടെ നമുക്ക് ലെങ്ത് 15 ഇഞ്ചാണ് വേണ്ടത്. നമ്മുടെ തയ്യൽ തുമ്പും കൂടെ കൂട്ടി 16 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അടിവശത്ത് ഇതേപോലെ ലൈൻ വരയ്ക്കാം. മുകളിൽ നമുക്ക് ഷോൾഡർ ലൈനും കൂടി അങ്ങ് വരച്ചു കൊടുക്കാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്നതാണ്. എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമ്മളിവിടെ ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ നമുക്കിവിടെ 5.25 ഇഞ്ചാണ്. 5.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഷോൾഡറിൻ്റെ കാൽക്കുലേഷനൊക്കെ നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഓക്കെ, 5.25 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 5.25 താഴേക്ക് വീണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. ഇത് നമ്മുടെ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട ലൈനാണ്. ആം ഹോളോട് നമുക്കിവിടെ 5.5 ഇഞ്ച് മതിയാവും. 5.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്കിവിടെ ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ മാർക്ക് ചെയ്തത് നമ്മുടെ ചെസ്റ്റ് ലൈനാണ്. ഓക്കെ, ഇനി നമുക്ക് ആം ഹോൾ റൗണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആം ഹോളിൻ്റെ ഹാഫ് മാർക്ക്, അതിൻ്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ചെസ്റ്റിൻ്റെ അളവും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് ഇവിടെ 10.5 ഇഞ്ചാണ്. ഓക്കെ, എന്നിട്ട് സ്റ്റിച്ചിങ് അലവൻസും കൂടി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആം ഹോൾ കർവ് വെച്ചിട്ട് ഇത് നമ്മുടെ കർവ് അങ്ങ് വരച്ചു കൊടുക്കാം. ഓക്കെ, ആം ഹോൾ റൗണ്ട് വരച്ചു കൊടുക്കാം. ഇത് കറക്റ്റായിട്ട് എങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നതെന്ന് നേരത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അതേപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് വരച്ചെടുക്കുക. നമുക്കിവിടെ ഒരു 10 ഇഞ്ചാണ് ആം ഹോൾ റൗണ്ട് വേണ്ടത്. തയ്യൽ തുമ്പ് കൂടെ കൂട്ടിയിട്ട് 10.5 ഇഞ്ചാണ് വേണ്ടത്. 10.5 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, 10.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. 3 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്ക് ലെങ്ത് 9 ഇഞ്ചാണ്. അത് നമ്മൾ കറക്റ്റായിട്ട് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ലൈൻ വരച്ചു കൊടുക്കാം. ഓക്കെ, സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് കറക്റ്റായിട്ട് വരയ്ക്കാം. ഇനി നമുക്കൊരു ഷേപ്പും കൂടി അങ്ങ് വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വരച്ചു കൊടുക്കാം. ഞാനിവിടെ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് വരച്ചു കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കിവിടെ വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് ഇവിടെ 8.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് നമുക്ക് ടക്ക് പിടിക്കാനും 1.5 ഇഞ്ച് സീം അലവൻസും കൂടി കൊടുക്കാം. ഇനി നമുക്കതങ്ങ് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. നമ്മുടെ ബാക്ക് പാർട്ട് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ടിൽ ഡീറ്റെയിൽഡായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ അളവുകളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. ഇനി നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ബ്ലൗസ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അതൊക്കെ ഞാൻ ചെറിയ ചെറിയ വീഡിയോസായിട്ട് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് ആ സ്റ്റിച്ച് ചെയ്യുന്നതോടെ ഒരു ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിവിടെ ഇത് കഴിഞ്ഞിട്ട് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ബാക്കിലെ ടക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തേച്ച് നമുക്കിനി ഫ്രണ്ട് പാർട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അവിടെ ഫ്രണ്ട് നമ്മൾ ക്രോസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ക്രോസ് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ക്രോസിൽ നമ്മൾ തുണി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ബാക്ക് പാർട്ട് വെച്ചിട്ട് അങ്ങ് മാർക്ക് ചെയ്തെടുക്കാം. ക്രോസ് കഴിയുന്ന സമയത്ത് നമ്മുടെ ബാക്ക് പാർട്ട് ഇതേപോലെ ക്രോസിൽ വെച്ച് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഈ ക്രോസിൽ ഇതേപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഈ മാർക്കിങ്ങൊക്കെ അതിലേട്ടൊന്ന് പകർത്തി കൊടുക്കാം. നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗവും നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗമൊക്കെ കറക്റ്റായിട്ട് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റായിട്ട് വരച്ചു കൊടുക്കാം. ആം ഹോളിൻ്റെ ഭാഗവും കൂടി കറക്റ്റായിട്ട് അങ്ങ് വരച്ചു കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ബാക്ക് പാർട്ട് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചിട്ട് നമ്മുടെ ഫ്രണ്ട് പാർട്ട് കറക്റ്റായിട്ട് അങ്ങ് വരച്ചെടുക്കാം. നമ്മുടെ നെക്ക് വിഡ്ത്ത് എത്രയായിട്ട് കൊടുത്തിരിക്കുന്നത് 3 ഇഞ്ചായിരുന്നു. അതും നമ്മൾ ബാക്ക് നെക്കിൻ്റെ ഭാഗം മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ, ആ ഡോട്ട് കാണുന്നില്ലേ, അവിടേക്ക് അങ്ങ് നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ലൈൻ വരച്ചെടുക്കാം.
ഓക്കെ, ഇനി നമ്മുടെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ ഫ്രണ്ട് നെക്ക് ലെങ്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അത് വരച്ചിട്ട് അതിൻ്റെ ഷേപ്പും കൂടി അങ്ങ് വരച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ആം ഹോളിൻ്റെ ഭാഗങ്ങളും കൂടെ കറക്റ്റായിട്ട് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പാർട്ടിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. പല അളവുകളിൽ ഫ്രണ്ട് പാർട്ടിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഇനി നമുക്ക് നമ്മുടെ ഷോൾഡർ ടു ബ്രസ്റ്റ് പോയിൻറ്റ് നമുക്ക് എത്ര ലെങ്താണ് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ടു ബ്രസ്റ്റ് പോയിൻറ്റ് നമുക്കിവിടെ 11 ഇഞ്ചാണ്. ആ 11 ഇഞ്ച് നമുക്കിവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, രണ്ട് അപ്പുറത്തും ഇപ്പുറത്തും കൂടി ഒന്ന് ആ 11 ഇഞ്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ലൈൻ വരയ്ക്കാം, സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പം നമ്മൾ വരച്ചു കൊടുത്ത ലൈൻ ഏതാണ്? ബ്രസ്റ്റ് ലൈൻ. ഓക്കെ, മനസ്സിലായല്ലോ. ഇപ്പം നമുക്കിവിടെ ബ്രസ്റ്റ് എത്രയാണ് കണ്ടുപിടിക്കുന്നത്? ചെസ്റ്റ് ഇവിടെ നമുക്ക് 10.5 ഇഞ്ചായിരുന്നു. ഓക്കെ, ബ്രസ്റ്റ് നമുക്ക് എത്രയാണ് കണ്ടുപിടിക്കുന്നത്? ബ്രസ്റ്റ് റൗണ്ട് നമുക്ക് 42 ഇഞ്ചാണ്. അതിൻ്റെ 4 എത്രയാണ്? 10 ഇഞ്ച് തന്നെയാണ്. അപ്പം ബ്രസ്റ്റും ചെസ്റ്റും നമുക്ക് ഒരേ അളവ് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചെസ്റ്റ് 10 മാർക്ക് ചെയ്ത് കൊടുത്ത് ബാക്കിലും ഫ്രണ്ടിലും നമ്മൾ ചെസ്റ്റ് 10 മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഇവിടെ ചെസ്റ്റ് 10 ഇഞ്ചാണ്, ബ്രസ്റ്റും 10 ഇഞ്ച് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, 42 അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടും. അപ്പം നമുക്ക് ബാക്കിൽ എത്ര കിട്ടിയിട്ടുണ്ടെന്ന് നോക്കണമല്ലോ. ബാക്കിൽ നമ്മൾ ബ്രസ്റ്റിൻ്റെ അളവ് നോക്കിയിട്ടില്ലല്ലോ. നമുക്കിവിടെ നമ്മുടെ ബ്രസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ടിൽ നമ്മൾ 11 ഇഞ്ചല്ലേ മാർക്ക് ചെയ്ത് കൊടുത്തത്. ആ 11 ഇഞ്ച് ബാക്ക് പാർട്ടിലൂടെ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ലേ 11 ഇഞ്ച്. ആ 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ലൈൻ വരച്ചിട്ട് നമുക്ക് എത്രയുണ്ടെന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇവിടെ ചെസ്റ്റ് നമ്മൾ 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ബ്രസ്റ്റ് നമുക്ക് 10 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയോ? 10 ആകുമ്പോൾ നമ്മളിവിടെ 10 ഇഞ്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ബാക്ക് പാർട്ടിലേയും കൂടി നോക്കണം. ചെസ്റ്റ് നമുക്ക് 10 ഇഞ്ച് തന്നെയാണ് ബാക്കിലും ഫ്രണ്ടിലും. ഇവിടെ നമുക്ക് ബാക്ക് പാർട്ടിൽ ബ്രസ്റ്റ് എത്രയുണ്ടെന്ന് നോക്കാം. ബ്രസ്റ്റ് റൗണ്ട് നമ്മളിവിടെ 11 ഇഞ്ച് നമ്മുടെ ബ്രസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. അത് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ബ്രസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗത്ത് നമ്മൾ ടേപ്പ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് 10 ഇഞ്ച് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, 10 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. ഇവിടെ 10 ഇഞ്ച് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ 1/2 ഇഞ്ചിന് ഡിഫറൻസ് അവിടെ വന്നില്ലേ? അപ്പോൾ 1/2 ഇഞ്ച് രണ്ട് ഭാഗത്തും കൂടെ ആകുമ്പോൾ 1/2 ഇഞ്ച് 1 ഇഞ്ചാണ് നമുക്ക് വ്യത്യാസം വരുന്നത്. ഇവിടെ 10 ഇഞ്ച് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇപ്പം മനസ്സിലായോ? ബ്രസ്റ്റ് റൗണ്ട് നമുക്ക് 42 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടുന്നിടത്ത് ഇവിടെ 10 മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ രണ്ട് ഭാഗത്തൂടെ ആകുമ്പോൾ 1 ഇഞ്ച് നമുക്ക് വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ 10 ഇഞ്ചേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ആ 1/2 ഇഞ്ച് നമ്മൾ എവിടെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്? ഫ്രണ്ട് പാർട്ടിലാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ ആയല്ലോ. ഇവിടെ നമുക്ക് മൈനസ് ആകുന്ന എത്രയാണോ അത് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ ബ്രസ്റ്റ് റൗണ്ട് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഭാഗത്ത് ബാക്കിൽ നമുക്ക് 10 കിട്ടുന്നിടത്ത് 10 ഇഞ്ച് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്ക് പാർട്ടിൽ മൊത്തത്തിൽ 1 ഇഞ്ചിൻ്റെ വ്യത്യാസമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ടൈറ്റ് വരികയും അമ്മങ്ങിപ്പോകാനുള്ള ചാൻസ് കൂടുകയും ചെയ്യും. ഇവിടെ നമുക്ക് 10 ഇഞ്ചിന് പകരം 9 ഇഞ്ച് കിട്ടിയുള്ളെങ്കിൽ എന്ത് ചെയ്യും? രണ്ട് വശത്തും കൂടെ 2 ഇഞ്ചിൻ്റെ വ്യത്യാസം നമുക്ക് വരും. അപ്പം നമുക്ക് എങ്ങനെയാണ് ബ്ലൗസ് ഇടുന്നത്? ഹുക്ക് ഇടാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല. അപ്പോൾ നമ്മുടെ ബ്രസ്റ്റ് റൗണ്ട് കറക്റ്റായിട്ട് കിട്ടാൻ ബാക്കിൽ എത്രയാണോ മൈനസ് വന്നത് അത് ഫ്രണ്ടിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ മനസ്സിലായോ? ഇതേപോലെ തന്നെയാണ് ഏത് ബ്ലൗസ് നമ്മൾ കട്ട് ചെയ്യുന്നോ ബാക്ക് പാർട്ടിൽ നമുക്ക് എത്രയാണോ കുറവ് വന്നത് അത് നമ്മൾ ഫ്രണ്ട് പാർട്ടിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഏത് മെഷർമെൻ്റ് ആയാലും നമ്മുടെ ബ്രസ്റ്റ് റൗണ്ട് 4 ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ ആ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ഒരു ഭാഗം നമുക്ക് കറക്റ്റായിട്ട് ബാക്കിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ബാക്കി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫ്രണ്ട് പാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ബ്രസ്റ്റ് റൗണ്ട് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇവിടെ നമുക്ക് 10 ഇഞ്ചാണ് കിട്ടിയത്. ഇതിൻ്റെ നമുക്ക് 1/2 ഇഞ്ചും കൂടി വേണമായിരുന്നു. 1/2 ഇഞ്ച് നമുക്ക് ഫ്രണ്ടിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്കിവിടെ 10 പകരം 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ബാക്കിൽ നമ്മൾ എത്രയാണോ മൈനസ് ആയത് അത് നമ്മൾ ഫ്രണ്ടിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ശ്രദ്ധിക്കണം, ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഒരിക്കലും ക്ലിയർ ആകത്തില്ല. നമുക്ക് ആ ബ്ലൗസിന് പെർഫെക്ഷൻ കിട്ടത്തില്ല. ഓക്കെ, നമുക്കിവിടെ 10 പകരം 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ബാക്ക് 10 ഇഞ്ചേ ഉള്ളൂ. 1/2 ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യണം? ഫ്രണ്ടിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ബാക്ക് 10 ഇഞ്ച്, 1/2 ഇഞ്ച് വ്യത്യാസമുണ്ട്. നമുക്ക് അതിൻ്റെ കൂടെ 10 5 കൂടെ 1/2 ഇഞ്ച് കൂടെ കൂട്ടുമ്പോൾ 11 ഇഞ്ച് നമുക്ക് കറക്റ്റായിട്ട് ഫ്രണ്ടിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ ആയല്ലോ. ഒന്നുകൂടെ പറയാം. 42 ബ്രസ്റ്റ് റൗണ്ട് 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 10 കിട്ടും. അത് നമുക്ക് ബാക്കിൽ 10 കിട്ടിയിട്ടുള്ളൂ. ആ ഇഞ്ചൂടെ നമ്മൾ ഫ്രണ്ടിലോട്ട് ചേർക്കുമ്പോൾ 11 ഇഞ്ച് കിട്ടും. ഇപ്പോൾ ഓക്കെ ആയല്ലോ. 11 ഇഞ്ചാണ് നമ്മൾ ഫ്രണ്ടിൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. 10 നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. 1.5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുത്തു.
ഇവിടെ നമുക്ക് 10 ഇഞ്ചിന് പകരം 10 ഇഞ്ചേ കിട്ടിയുള്ളൂ എന്നുള്ളത് ഒരു അര ഇഞ്ച് ചെറിയൊരു വ്യത്യാസമാണ്. ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ അത് വ്യത്യാസം തന്നെയാണ്. എങ്കിലും ഇതിനേക്കാൾ കൂടുതൽ 2 ഇഞ്ചൊക്കെ വ്യത്യാസം വരുന്ന ഭാഗങ്ങളുണ്ടാകും. അതൊക്കെ കറക്റ്റായിട്ട് മൈനസ് ചെയ്ത് ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ബ്ലൗസ് ഇടാനായിട്ട് സാധിക്കത്തില്ല, ഹുക്ക് ഇടാൻ സാധിക്കത്തില്ല. അത്രയ്ക്ക് ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. ഓക്കെ ആയല്ലോ. ഇനി ബ്ലൗസ് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ഓക്കെ, നമുക്ക് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത് ഒന്ന് കറക്റ്റായിട്ട് ഒരു ലൈൻ വരച്ചെടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് വേസ്റ്റാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ടക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നേരത്തെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് 3.25 ഇഞ്ചാണ് വേണ്ടത്. ആ 3.25 ഇഞ്ച് ഇവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ലൈൻ വരച്ചെടുക്കാം. നമ്മുടെ വേസ്റ്റ് ലൈനാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ വേസ്റ്റ് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് ഇവിടെ 8.5 ഇഞ്ചാണ്. 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ബ്രസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല. നമ്മുടെ ബ്രസ്റ്റുകൾ തമ്മിലുള്ള അകലം നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് 4.25 ഇഞ്ചാണ്. 4.25 ഇഞ്ച്. 2 ബ്രസ്റ്റുകൾ തമ്മിലുള്ള അകലം 8.5 അതിൻ്റെ പകുതി 4.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴെ മുകളിലും 4.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മെയിൻ ടക്കിൻ്റെ ലെങ്ത് ഇതേപോലെ വരച്ചു കൊടുക്കാം. ഓക്കെ, നമുക്ക് മെയിൻ ടക്കിൻ്റെ വിഡ്ത്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ ബ്രസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ബ്രസ്റ്റിൽ നിന്ന് നമ്മുടെ വേസ്റ്റ് മൈനസ് ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ മെയിൻ ടക്കിൻ്റെ വിഡ്ത്ത്. ഇവിടെ നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്തു, ബ്രസ്റ്റ് മാർക്ക് ചെയ്തു, നമ്മുടെ വേസ്റ്റ് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ബ്രസ്റ്റിൽ നിന്ന് നമ്മൾ വേസ്റ്റ് മൈനസ് ചെയ്തെടുക്കണം. അവിടെ നമുക്ക് എത്രയാണ് കിട്ടിയത്? 3 ഇഞ്ചാണ് നമുക്ക് കിട്ടിയത്. ആ 3 ഇഞ്ച് സെയിം ആയിട്ട് 2 വശത്തേക്ക് മാർക്ക് ചെയ്തെടുക്കുക. 1.5 ഇഞ്ച് വീതം കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേച്ചാൽ മതി. ഇനി നമുക്ക് 1.5 ഇഞ്ച് വീതം കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതേപോലെ അങ്ങ് ടക്ക് വരച്ചു കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഷേപ്പ് വരച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്? മെയിൻ ടക്കിൻ്റെ പകുതിയിൽ നിന്ന് ഒരു 4 ഇഞ്ചും കൂടി കുറച്ചിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇതേപോലെ കർവ് വെച്ചിട്ട് കറക്റ്റായിട്ട് ഇതേപോലെ വെച്ചിട്ട് വരച്ചു കൊടുക്കുക. നമ്മൾ അവിടെ കൊടുത്ത അളവ് എത്രയാണോ അത് നമ്മൾ സൈഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് സ്ലാൻഡിങ് ആയിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായോ എങ്ങനെയാണ് വരച്ചെടുക്കുന്നതെന്ന്? ഇതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്കിവിടെ ടക്ക് സൈഡിൽ നമുക്ക് തയ്യൽ തമ്പ് ഇതേപോലെ വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് ടക്കുകളും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫ്രണ്ടിലെ ടക്ക് ഇതാണ്. ഈ ലൈനിലേക്ക് വെച്ചിട്ടൊരു 2.25 ഇഞ്ചിൽ ഇതേപോലെ ഒരു ടക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 വശത്തേക്കും 4 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുക. 4 ഇഞ്ചിൻ്റെ ടക്ക് മതിയാവും. ചില അളവുകൾക്ക് ചില ബ്ലൗസുകൾക്കൊക്കെ അര ഇഞ്ചിൻ്റെയൊക്കെ ഇടേണ്ടി വരും. ഇപ്പം നമുക്കിവിടെ 4 ഇഞ്ച് മതിയാവും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കൈക്കുഴിയുടെ ഭാഗത്തേക്കുള്ള ടക്ക് പിടിക്കുക. അതിന് മുന്നേ നമുക്ക് കൈക്കുഴി നമ്മൾ കുഴിച്ച് വരച്ചിട്ടില്ലായിരുന്നു. നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വരച്ച് കൊടുക്കാം. ഒരു അര ഇഞ്ച് ഇതേപോലെ ഒന്ന് ബാക്കിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ലാൻഡിങ് ലൈൻ കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ ഫ്രഞ്ച് കർവ് വെച്ച് നമ്മുടെ കൈക്കുഴി വരച്ച് കൊടുത്തില്ലേ, അതേപോലെ തന്നെ നമുക്ക് വരച്ച് കൊടുക്കാം. ഓക്കെ, വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൈക്കുഴിയുടെ ഭാഗത്തേക്കുള്ള ആ ടക്കും കൂടി അങ്ങ് വരച്ചു കൊടുക്കാം. നമ്മൾ സ്കെയിൽ വെച്ചിട്ട് നമ്മുടെ മെയിൻ ടക്ക് വരച്ചു കൊടുത്തില്ലേ, അവിടേക്ക് സ്കെയിൽ വെച്ച് കൊടുക്കുക. ഇതേപോലെ ഈ ലൈനിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു 2 ഇഞ്ച് ഡിസ്റ്റൻസിൽ ഇതേപോലെ ഒരു ലൈൻ കൊടുക്കാം. ഓക്കെ, അവിടെ നമുക്ക് 4 ഇഞ്ച് വീതം 2 വശത്തേക്കും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഫ്രണ്ട് പാർട്ടിലെ എല്ലാ മാർക്കിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ബ്രസ്റ്റ് റൗണ്ട് കറക്റ്റ് ആകാതെ നിങ്ങൾ ഒരിക്കലും കട്ട് ചെയ്യാനായിട്ട് പാടില്ല. അവിടെ ചെസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് 10.5 ഇഞ്ച് തന്നെ കിട്ടിയായിരുന്നു. ബ്രസ്റ്റാണ് നമുക്കിവിടെ വ്യത്യാസം വന്നത്. നമുക്ക് ചെസ്റ്റ് ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് 10 തന്നെ കിട്ടി. ബ്രസ്റ്റ് നമുക്ക് 10 ഇഞ്ചേ നമുക്ക് ബാക്കിൽ കിട്ടിയുള്ളൂ. ആ അര ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യണം, ഫ്രണ്ടിലേക്ക് ആഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ബ്രസ്റ്റ് റൗണ്ട് കറക്റ്റായിട്ട് തന്നെ കിട്ടത്തുള്ളൂ. ഓക്കെ ആയല്ലോ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്